ഒരാൾക്ക് RSS മെമ്പറായിരിക്കും ഒരാൾക്ക് ഹൈക്കോടതി ജഡ്ജിയായിരിക്കാൻ പറ്റും ഈ രാജ്യത്ത് എന്നുള്ളത് അപകടകരമായ സിറ്റുവേഷൻ. ഡീപ് സ്റ്റേറ്റിന് പ്രവർത്തിക്കാൻ തക്ക രീതിയിലാണ് നമ്മുടെ ജുഡീഷ്യറി എന്നുള്ളതാണ്. ജുഡീഷ്യറി മാത്രമല്ല, സൈന്യം, പോലീസ്, എല്ലാ ബ്യൂറോക്രസിയിലും എല്ലാ മേഖലകളിലും ഈ ഡീപ് സ്റ്റേറ്റിന് പ്രവർത്തിക്കാൻ പറ്റും. അതിപ്പോൾ മോദി വന്നതിന് ശേഷം ഉണ്ടായ സിറ്റുവേഷൻ അല്ല. മോദിക്ക് മുമ്പും BJP ആദ്യമായി അധികാരത്തിൽ വരുന്നതിന് മുമ്പൊക്കെ നമ്മുടെ ജുഡീഷ്യറിയിൽ RSS മെമ്പർമാർ ജഡ്ജിമാരായിരുന്നിട്ടുണ്ട്. ഒരു വളരെ പ്രഗത്ഭനായ ഒരു സുപ്രീം കോടതി ജഡ്ജി അദ്ദേഹം വിരമിച്ചതിന് ശേഷം RSSന്റെ മുഴുവൻ സമയം പ്രവർത്തനമാവുകയും ആർട്ടിക്കിൾ 370 റദ്ദാക്കണം എന്ന പ്രമേയം RSSനെ കൊണ്ട് പാസ്സാപ്പിക്കാൻ വേണ്ടി അദ്ദേഹം പണിയെടുക്കുക. അദ്ദേഹം ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കി RSSന് കൊടുക്കുകയും അത് പിന്നീട് RSSന്റെ നാഷണൽ എക്സിക്യൂട്ടീവ് അംഗീകരിക്കുകയും പിന്നീട് അത് മോദി നടപ്പാക്കുകയും ചെയ്തതാണ്. RSSന്റെ മെമ്പർഷിപ്പിന് ഒരു ടെക്നിക്കൽ ഇഷ്യൂ ഇല്ല. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഒരു സുപ്രീം കോടതി ജഡ്ജി വിരമിച്ച ശേഷം RSSന്റെ മുഴുവൻ സമയ പ്രവർത്തനം, അദ്ദേഹത്തിൻ്റെ മകൻ ഇപ്പോൾ സുപ്രീം കോടതിയിലുണ്ട്, അദ്ദേഹത്തിൻ്റെ മകൻ. അപ്പോൾ അദ്ദേഹം RSS ആണെന്ന് വെച്ചാൽ ആണോ? അറിയില്ല. എങ്ങനെ അറിയാൻ പറ്റും? അവർക്ക് അംഗത്വ രജിസ്റ്റർ ഇല്ല, വരിസംഖ്യയില്ല. അദ്ദേഹം RSS മെമ്പറാണെന്ന് ആരും ചോദിച്ചാൽ അറിയില്ല. ആരാണ് RSS? അപ്പോൾ ഇവിടുത്തെ പ്രശ്നം അതാണ്. ഒരാൾക്ക് RSSൽ ആക്റ്റീവ് മെമ്പറായിരിക്കെ തന്നെ നമ്മുടെ ജുഡീഷ്യറിൽ പ്രവർത്തിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോൾ വിക്ടോറിയ ഗൗരി എന്ന് പറഞ്ഞ ജഡ്ജിയുടെ കാര്യം വന്നു. അവരെ മദ്രാസ് ഹൈക്കോർട്ടിൻ്റെ അഡീഷണൽ ജഡ്ജിയായിട്ട് നിയമിക്കാനുള്ള കൊളീജിയത്തിന് മുമ്പിൽ ശുപാർശ വരുന്നു. ആ ശുപാർശ വരുമ്പോൾ അവരുടെ മുൻകാലത്തെ ട്വീറ്റുകൾ പുറത്തു വരുന്നു, വിദ്വേഷ കമൻറ്റുകൾ പുറത്തു വരുന്നു. അപ്പോൾ ആ വിഷയത്തിൽ, വിക്ടോറിയ ഗൗരിയുടെ വിഷയത്തിൽ എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും തമ്മിലുണ്ടായ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അവരല്ലേ യുവമോർച്ചയുടെ നേതാവായിരുന്നു, മഹിളാ മോർച്ച. അപ്പോൾ അതിലുണ്ടായ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എക്സിക്യൂട്ടീവ് ഈ സുപ്രീം കോടതി കൊളീജിയത്തെ വേണ്ട വിധത്തിൽ വിവരം ധരിപ്പിച്ചില്ല ഇവരുടെ പാസ്റ്റിനെ കുറിച്ച്. കാരണം ബോംബെ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഈ കോർപ്പറേറ്റ് ലോയിലെ നിഷ്ണാതനായൊരു അഡ്വക്കേറ്റ് ഉണ്ട്. അദ്ദേഹത്തെ ഈ കൊളീജിയം ശുപാർശ ചെയ്ത് കഴിഞ്ഞിട്ട് അത് എക്സിക്യൂട്ടീവ് വെട്ടുകയാണ്. അതായത് സർക്കാർ വെട്ടിക്കഴിഞ്ഞപ്പോൾ സർക്കാരും കൊളീജിയം തമ്മിലുണ്ടായിരുന്ന സ്പാറ്റ് നമ്മൾ കണ്ടതാണ്, പരസ്യമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ ഈ ബോംബെ ഹൈക്കോടതിയിലെ ആ അഭിഭാഷകനെ തടയാൻ വേണ്ടി എക്സിക്യൂട്ടീവ് ഉന്നയിച്ച വാദം, അദ്ദേഹം സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ടെന്നാണ്. സർക്കാരിനെ, മോദിയെ വിമർശിച്ചുകൊണ്ട് ലേഖനം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് പറ്റില്ല എന്നാണ് അവർ ഉന്നയിച്ചൊരു വാദം. സർക്കാരിനെ വിമർശിക്കുക എന്നുള്ളത് ഒരു അഭിഭാഷകനെ സംബന്ധിച്ചൊരു നിയമവിരുദ്ധമായ കാര്യമല്ല. കൊളീജിയത്തിൻ്റെ പരിഗണനയിൽ അവരുടെ പാരാമീറ്റേഴ്സിൽ അദ്ദേഹം ജഡ്ജിയായി തിരഞ്ഞെടുക്കാതിരിക്കാൻ അയോഗ്യതയുമല്ല സർക്കാരിനെ വിമർശിച്ച ഒരാൾ എന്നുള്ളത്. അപ്പോൾ ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, മുമ്പ് ദാവസാഹിബ് സൂചിപ്പിച്ച പോലെ ഒരു ഡീപ് സ്റ്റേറ്റിന് പ്രവർത്തിക്കാൻ തക്ക രീതിയിലാണ് നമ്മുടെ ജുഡീഷ്യറി എന്നുള്ളതാണ്. ജുഡീഷ്യറി മാത്രമല്ല, സൈന്യം, പോലീസ്, എല്ലാ ബ്യൂറോക്രസിയിലും എല്ലാ മേഖലകളിലും ഈ ഡീപ് സ്റ്റേറ്റിന് പ്രവർത്തിക്കാൻ പറ്റും. അതിൻ്റെ കാരണം എന്താണ്? അപ്പോൾ RSSനെ നിരോധിച്ചു. ഗാന്ധിവാദത്തെ തുടർന്ന് RSSനെ നിരോധിച്ചു. ഈ നിരോധനം നീക്കിയത് സർദാർ വല്ലഭായ് പട്ടേൽ ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോഴാണ്. അദ്ദേഹം RSSനോട് ആവശ്യപ്പെട്ടത്, നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ അനുമതി തരാം, 2 കണ്ടീഷനിൽ. ഒന്ന്, നിങ്ങൾക്കൊരു ഭരണഘടന വേണം, മറ്റൊന്ന് അംഗത്വ രജിസ്റ്റർ വേണം. ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിക്കണം, ഇന്ത്യൻ ദേശീയ പതാക അംഗീകരിക്കണം. ഇങ്ങനെ ഒരു 4 കണ്ടീഷൻസാണ് വെച്ചത്. അപ്പോൾ ഒരു ഭരണഘടനയോടെ പ്രവർത്തിക്കുന്ന ഒരു സംഘടന, ആ സംഘടനയ്ക്ക് ഒരു ഭരണഘടന ഉണ്ടാവുക, അത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് അനുഗുണമാവുക, അതിനെ പിന്തുണയ്ക്കുന്ന ഒന്നാവുക എന്നുള്ളത് ഒരു സംഘടനയ്ക്ക് പ്രവർത്തിക്കാൻ അനുമതി കൊടുക്കാം. ഇന്നേ വരെ, ഗാന്ധിവാദത്തിന് ശേഷം ഇത്രയും നാളായി, ഇന്നേ വരെ അവരൊരു ഭരണഘടന ഉണ്ടാക്കിയിട്ടില്ല. RSSന് ഇന്നൊരു ഭരണഘടനയില്ല, RSSന് ഒരു അംഗത്വ രജിസ്റ്റർ ഇല്ല. അങ്ങനെ ഒരു സംഘടനയ്ക്ക് എങ്ങനെയാണ് പ്രവർത്തിക്കാൻ കഴിയുക ഒരു രാജ്യത്ത്? അതാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്കിപ്പോൾ ജുഡീഷ്യൽ ആളെ കയറ്റിയിട്ട് അയാൾ ഞങ്ങളുടെ ആളല്ല, അയാൾക്ക് മെമ്പർഷിപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ മെമ്പർഷിപ്പ് ഇല്ല. ഇതാണ് ഒന്നാമത്തെ പ്രശ്നം. ഇത് ഇന്നലെ ഇപ്പോൾ മോദി വന്നതിന് ശേഷം ഉണ്ടായ മാറ്റമൊന്നുമല്ല. മോദി വന്നതിന് ശേഷം കുറേ കൂടി തുറന്ന് പറയാനുള്ള ഒരു ഉടുപ്പില്ലായ്മ ഈ ജഡ്ജിമാർക്കും മറ്റുള്ളവർക്കും ഉണ്ടായി എന്ന് മാത്രമേ ഉള്ളൂ.